ഡിയേഴ്സ്, ഏവർക്കും ടീച്ച് ലേൺ ആൻഡ് റിപ്പീറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും എനർജറ്റിക്കായി ഇരിക്കുന്നില്ലേ? എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ മനസ്സിലായില്ലേ? കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ് കാണുന്നുണ്ട്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ടുവാർഡ്സ് എ 100-fold yield, വിളയിക്കാം 100 മേനി എന്ന പാഠഭാഗത്തിൽ USSന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ 1-2 തവണ കേൾക്കുക, എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which is the method by which new plants are formed from the root, stem and leaf of a plant? Which is the method by which new plants are formed from the root, stem and leaf of plants? Answer: vegetative propagation. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന രീതി ഏതാണ്? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ഏതാണ്? ഉത്തരം: കായിക പ്രജനനം. എന്താണ് കായിക പ്രജനനം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which is the method by which new plants are formed from the seed of a plant? Which is the method by which new plants are formed from the seed of a plant? Answer: sexual reproduction. സസ്യങ്ങളുടെ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ഏതാണ്? ലൈംഗിക പ്രത്യുൽപാദനം. റീപ്രൊഡക്ഷൻ 2 രീതിയിലുണ്ട്: സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. അപ്പോൾ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് പറയുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദന രീതി. അല്ലാതെ സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയിലെ അതാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കായിക പ്രജനനം. അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അലൈംഗിക പ്രത്യുൽപാദന രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് എ പ്ലാന്റ്? വാട്ട് ആർ ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് എ പ്ലാന്റ്? ആൻസർ: റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഒരു ചെടിയിലെ കായിക ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡങ്ങൾ. ഇവയാണ് ഒരു ചെടിയിലെ കായിക ഭാഗങ്ങൾ, വെജിറ്റേറ്റീവ് പാർട്സ്. 4 ഓപ്ഷൻ തന്നിട്ട് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ കായിക ഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം. വിച്ച് വൺ ഈസ് നോട്ട് എ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് എന്നും ചോദിച്ച് ഇപ്പോൾ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് പാർട്ട് അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പോൾ ഫ്ലവർ വെജിറ്റേറ്റീവ് പാർട്ട് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ? ആൻസർ: അസെക്ഷൽ റീപ്രൊഡക്ഷൻ. കായിക പ്രജനനം എന്നത് ഏത് തരം പ്രത്യുൽപാദന രീതിയാണ്? അലൈംഗിക പ്രത്യുൽപാദന രീതി. കായിക പ്രജനനം എന്നത് ഒരു അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ ബോത്ത് ദ സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ക്വസ്റ്റ്യൻ: റൈറ്റ് examples of plants which reproduce through both the sexual and asexual reproduction. Answer: moringa, curry leaf, gliricidia, daffodils and strawberry. ലൈംഗിക പ്രത്യുൽപാദന രീതിയിലൂടെയും അലൈംഗിക പ്രത്യുൽപാദന രീതിയിലൂടെയും
തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾക്ക് ഉദാഹരണം എഴുതുക. മുരിങ്ങ, കറിവേപ്പില, ശീമക്കൊന്ന, ഡാഫോഡിൽസ് ആൻഡ് സ്ട്രോബെറി. ഇതും നമുക്ക് ഓഡ് വൺ ഔട്ട്, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. The rooted plant selected for grafting is called. The rooted plant selected for grafting is called stalk. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ പറയുന്ന പേര് എന്താണ്? സ്റ്റോക്ക്. സ്റ്റോക്ക് എന്നാണ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ പറയുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The branch selected for grafting is called. The branch selected for grafting is called scion. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കൊമ്പിനെ പറയുന്ന പേര് എന്താണ്? സയൻ. സയൻ എന്നാണ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കൊമ്പിന് പറയുന്നത്. ക്വസ്റ്റ്യൻ. Which variety is generally selected as stock for grafting in mango trees? Which variety is generally selected as stock for grafting in mango trees? Answer: indigenous mango trees. മാവിനങ്ങളിൽ സ്റ്റോക്കായി തിരഞ്ഞെടുക്കുന്നത് ഏതിനെയാണ്? നാടൻ മാവ്. നാടൻ മാവിനെയാണ് മാവിനങ്ങളിൽ സ്റ്റോക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ് ബൈ സ്പ്രൗട്ടിംഗ് റൂട്ട്സ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ മദർ പ്ലാന്റ്? ഒന്നുകൂടി പറഞ്ഞുതരാം. വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ് by sprouting roots from the branches of the mother plant? Answer: layering. എന്താണ് ആൻസർ? ലെയറിംഗ്. മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്? പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്. പതിവയ്ക്കൽ ആണ് മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേര് മുളപ്പിച്ചിട്ട് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ഗെറ്റ് ഡിഫറെൻറ്റ് കളേർഡ് ഫ്ലവർ ഫ്രം എ പ്ലാന്റ്? എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ഗെറ്റ് ഡിഫറെൻറ്റ് കളേർഡ് ഫ്ലവർ ഫ്രം എ പ്ലാന്റ്? ആൻസർ: ബഡ്ഡിംഗ്. ഒരു ചെടിയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാവാൻ ഏത് തരത്തിലുള്ള കായിക പ്രജനന രീതിയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് ആണ് ഒരു ചെടിയിൽ തന്നെ പല കളറിലുള്ള പല വർണ്ണത്തിലുള്ള പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കായിക പ്രജനന രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സ്റ്റോക്ക് ആൻഡ് സയാൻ ഈസ് നീഡഡ്? എന്താണ്? ഇൻ വിച്ച് മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സ്റ്റോക്ക് ആൻഡ് സയാൻ ഈസ് നീഡഡ്? ആൻസർ: ബോത്ത് ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ആൻസർ എന്താണ്? ബോത്ത് ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ഏത് കായിക പ്രജനന രീതിക്കാണ് സ്റ്റോക്കും സയനും ആവശ്യമായിട്ടുള്ളത്? ഏത് കായിക പ്രജനന രീതിക്കാണ് സ്റ്റോക്കും സയനും ആവശ്യമായിട്ടുള്ളത്? ഉത്തരം: ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും. ബഡ്ഡിങ്ങിനും ഗ്രാഫ്റ്റിങ്ങിനും നമുക്ക് സ്റ്റോക്കും സയനും ആവശ്യമായിട്ട് ഉണ്ട്.
ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ഇതിൻ്റെ അടുത്ത പാട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.